എന്തിര് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? മാമ്പഴ പുളിശ്ശേരിക്കായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 നല്ല പഴുത്ത മാങ്ങ. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര ചെറിയ കഷ്ണമാണ് എടുക്കുന്നത്. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടി 2 കഷ്ണം കാണിക്കുന്നതേ ഉള്ളൂ. ചെറിയ കഷ്ണമാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നെയ്യാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് തൈര് കൂടി എടുക്കുന്നുണ്ട്. ദാ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി തോലൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ മാങ്ങ ഒന്ന് വേവിക്കാൻ പോകുകയാണ്. മാങ്ങയിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മാങ്ങ അവിടെ വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരകുകയാണ്. തേങ്ങ ഒരു 1/2 കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ എൻ്റെ അളവിനനുസരിച്ചാണ് ചേരുവകൾ ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേരുവകളിൽ മാറ്റം വരാവുന്നതാണ്. അങ്ങനെ തേങ്ങയെല്ലാം ചിരകി മാറ്റിയിട്ടുണ്ട്. അരപ്പിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് 3 ടീസ്പൂണോളം ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ വെള്ളത്തിൽ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് തിള വന്നപ്പോൾ അരപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അരപ്പ് അധികം നേരം കിടന്ന് അടുപ്പിൽ തിളയ്ക്കാൻ പാടില്ല. ഒരു ചെറിയ രീതിയിൽ തിള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ താളിച്ച് ചേർക്കുന്നുണ്ട്. താളിക്കാനായിട്ട് ഞാനിവിടെ ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യിലിട്ടാണ് നമ്മൾ താളിച്ച് ചേർക്കുന്നത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ താളിച്ച് ചേർക്കുന്നുണ്ട്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.